യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഷോൺബ്രൂൺ. 1441 മുറികളുള്ള കൊട്ടാരം. ഇതൊരു കൊട്ടാരമായല്ല പണിതത്. ഇതൊരു വേനൽക്കാല വസതിയായിരുന്നു. ഹാസ്ബർഗ് രാജാക്കന്മാരുടെ വസതി. വെള്ളപ്പൊക്ക ബാധിതമായ ഈ സ്ഥലം വേനൽക്കാല വസതിയായി നിർമ്മിച്ച് പിന്നീട് കൊട്ടാരമാക്കി മാറ്റുകയായിരുന്നു. യൂറോപ്പിൽ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന സ്ഥലമാണിത്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ ഷോൺബ്രൂൺ കൊട്ടാരം വാസന്ത ലാവണ്യം എന്നാണ് അറിയപ്പെടുന്നത്. വിയന്നയിലെ ഹൈറ്റ്സിംഗ് ജില്ലയിലെ ഈ കൊട്ടാരത്തിന് 1441 മുറികളുണ്ട്. 300 വർഷത്തെ ചരിത്ര മഹിമയുമായി നിൽക്കുന്ന ഷോൺബ്രൂൺ ഹാസ്ബർഗ് ചക്രവർത്തിമാരുടെ വേനൽക്കാല വസതിയായിരുന്നു. ഓസ്ട്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര, സാംസ്കാരിക, വാസ്തുവിദ്യാ സ്ഥാനമാണ് ഷോൺബ്രൂൺ. ആയിരത്തി 1569 റോമൻ ചക്രവർത്തി മാക്സ്മിലിയൻ രണ്ടാമൻ വിയന്നയിലെ മെയ്ഡിലിങ്ങിനും ഹൈറ്റ്സിങ്ങിനും ഇടയ്ക്കുള്ള വീൻ നദീതട പ്രദേശത്ത് വിശാലമായ ഈ പ്രദേശം വാങ്ങി വേലി കെട്ടിത്തിരിച്ചത് മൃഗയ വിനോദത്തിനായിട്ടായിരുന്നു. 1548 അവിടെ നിർമ്മിക്കപ്പെട്ട കാറ്റർബർഗ് എന്ന മാളികയാണ് ഷോൺബ്രൂണിന്റെ പൂർവ്വരൂപം. പിന്നീട് ഹാസ്ബർഗ് രാജാക്കന്മാർ തലമുറകളിലൂടെ കാറ്റ്സ്ബർഗ് പുനർനിർമ്മിച്ചും കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയുമാണ് ഇത്ര വിശാലമായ കൊട്ടാരമാക്കി മാറ്റിയത്. 1918 ഹാസ്ബർഗ് രാജവാഴ്ചയുടെ പതനത്തെ തുടർന്ന് ഓസ്ട്രിയൻ റിപ്പബ്ലിക് രൂപീകൃതമായപ്പോൾ ഷോൺബ്രൂണിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി. 1960 മുതൽ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമാണ് ഷോൺബ്രൂൺ. കൊട്ടാരത്തിനകം അതിവിശാലമായ ഒരു വിസ്മയ ലോകമാണ്. ചക്രവർത്തിമാരും ചക്രവർത്തിനിമാരും മറ്റ് രാജകുടുംബാംഗങ്ങളും ഇടപഴകിയിരുന്ന അത്യാഡംബരപൂർവ്വം അലങ്കരിച്ച മുറികൾ, കരവിരുതിന്റെ ചാരുത തുളുമ്പുന്ന നൃത്തശാലകൾ, ശയ്യാഗൃഹങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കൂടിച്ചേരലുകൾക്ക് സാക്ഷ്യം വഹിച്ച സ്വീകരണ ഇടങ്ങൾ, അലങ്കാരത്തിന്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റക്കോക്കോ വാസ്തുശൈലിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഹാൾ ഓഫ് മിറേഴ്സ്. ഇവിടെയാണ് ഹാസ്ബർഗ് ചക്രവർത്തിമാർ ജനസദസ്സുകൾ നടത്തിയിരുന്നത്. ലോകപ്രശസ്ത സംഗീത സമ്രാട്ട് മൊസാർട്ട് കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇവിടെയാണ് ഹാസ്ബർഗ് ചക്രവർത്തിനി മറിയ തെരേസയ്ക്ക് മുന്നിൽ സംഗീത തേന്മഴ പൊഴിയിച്ചത്. ആയിരത്തി 1700 ജൊഹാൻ ബേൺഹാർഡ് ഫിഷർ ബാരോക്ക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത പാലസ് ചാപ്പൽ സ്വർണ്ണവർണ്ണാങ്കിതമായ സൂക്ഷ്മ അലങ്കാരപ്പണികൾ നിറഞ്ഞതാണ്. അൾത്താരയിൽ വിശ്വപ്രസിദ്ധ ഓസ്ട്രിയൻ ചിത്രകാരൻ പോൾ ട്രോഗറിന്റെ രചനയിൽ മേരിയുടെയും ജോസഫിന്റെയും വിവാഹമാണ് പ്രമേയം. പള്ളിയുടെ മേലാപ്പിൽ മഗ്ദലന മറിയത്തിന്റെ ധർമാചരണം പ്രമേയമാക്കിയ ഡാനിയൽ ഗ്രാൻഡെ പ്രശസ്ത രചനയാണ്. കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചയുടെ വിസ്മയങ്ങളിൽ നിന്ന് പുറത്തെ പ്രകൃതി ദൃശ്യങ്ങളുടെ വസന്തത്തിലേക്ക് ഇറങ്ങുന്നത് ലോകപ്രശസ്ത ഷോൺബ്രൂൺ ഗാർഡനിലേക്കാണ്. യൂറോപ്പിൽ ഏറ്റവുമധികം സന്ദർശകരെത്തുന്ന ഗാർഡൻ. പ്രതിസമതയുള്ള പാതകൾ, പൂത്തുലഞ്ഞ ചെടിത്തട്ടുകൾ, അതികൃത്യതയോടെ കോതിയൊതുക്കിയ കുറ്റിച്ചെടികൾ, 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ ഗാർഡൻ. ഷോൺബ്രൂൺ ഗാർഡനിലെ 32 ലോകപ്രശസ്ത ശില്പങ്ങൾ മാർബിളിൽ കൊത്തിയ കവിതകളാണ്. ദൈവങ്ങൾ മുതൽ ഐതിഹാസിക ബിംബങ്ങൾ വരെ വിശ്വശില്പികളുടെ കൊത്തുടിയിൽ പുനർജനിച്ചിരിക്കുന്നു ഇവിടെ. 1773 1780 ഇടയ്ക്ക് ജൊഹാൻ വിൽഹം ബെയറിന്റെ നിർദ്ദേശപ്രകാരം ലോകപ്രശസ്ത ശില്പികളാണ് ഇവ നിർമ്മിച്ചത്. തന്റെ വീണാനാദത്താൽ കല്ലിനെ പോലും അലിയിച്ച് മൃദുവാക്കി തീപ്സ് നഗരം നിർമ്മിച്ച ഗ്രീക്ക് ഇതിഹാസത്തിലെ സംഗീത സാർവഭൗമൻ ആംഫിയൻ. പടച്ചട്ടയും തലപ്പാവുമണിഞ്ഞ യുദ്ധദേവത ഏറീസ്.
ബുദ്ധിശക്തിയുടെയും യുദ്ധതന്ത്രത്തിന്റെയും ദേവത അഥീന. ഭൂതവും ഭാവിയും ദർശിക്കുന്ന ഇരുമുഖമുള്ള ജാനോസ്. യുദ്ധവീര്യത്തിന്റെ പരദേവതയായ ബെല്ലോന. ഹെലന്റെ അപഹരണം. ബലിദാന ചഷകം കയ്യിലേന്തിയ ഗുരുപത്നി. എല്ലാ രഹസ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ദുഃഖവിനാശിനിയായ അഞ്ചിറോണു ദേവി. ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ വെണ്ണക്കല്ലിൽ കമനീയ രൂപം പൂണ്ട് ഷോൺബ്രൂൺ ഗാർഡന് കാവൽ നിൽക്കുന്നു. മാർബിൾ ദേവതകളുടെ നിര കടന്നെത്തുന്നത് റോമൻ സമുദ്രദേവനായ നെപ്റ്റ്യൂണിന്റെ മനോഹരമായ ജലധാരയിലേക്കാണ്. കടൽ കുതിരകളുടെയും ജലദേവതകളുടെയും മറ്റ് ദേവീദേവന്മാരുടെയും അകമ്പടിയിലാണ് നെപ്റ്റ്യൂൺ. കടൽ നടുവിൽ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഗഹ്വരത്തിനുമേൽ മുത്തുച്ചിപ്പി രൂപത്തിലുള്ള രഥത്തിലാണ് നെപ്റ്റ്യൂണിന്റെ എഴുന്നള്ളത്ത്. ഗ്ലോറിയറ്റിനെ കൊട്ടാരത്തിന് അഭിമുഖമായ കുന്നിൻ മുകളിലെ നഗരത്തിന്റെ പടിപ്പുര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നഗരത്തിന്റെയും കൊട്ടാരത്തിന്റെയും പരിദർശനത്തിനായി 1775 നിർമ്മിക്കപ്പെട്ടതാണ് ഗ്ലോറിയറ്റ്. മധ്യത്ത് അതിവിശാലമായ വിജയഭേരി കമാനം, ഇരുവശത്തും അർദ്ധവൃത്ത കമാനങ്ങൾ, ഏറ്റവും മുകളിൽ ഭൂഗോളം വാഴുന്ന ഗരുഡരൂപം. ചക്രവർത്തിമാരുടെ ഊട്ടുപുരയായിരുന്ന ഗ്ലോറിയറ്റ് ഇന്ന് പേരുകേട്ട ഒരു റെസ്റ്റോറൻ്റാണ്. വസന്തം കുന്നിറങ്ങി വന്നതുപോലെയാണ് ഷോൺബ്രൂൺ കൊട്ടാരം. യൂറോപ്പിൽ ഏറ്റവുമധികം സന്ദർശകരെത്തുന്ന സ്ഥലങ്ങളിലൊന്നായ ഷോൺബ്രൂണിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി സംരക്ഷിച്ചു വരുന്നു.